നല്ലൊരു കാന്തൻ, നല്ലൊരു നാഥൻ എൻ്റെ യേശുവാ. നല്ലൊരു കാന്തൻ, നല്ലൊരു നാഥൻ എൻ്റെ യേശുവാ. എൻ്റെ യേശുവേ ആരാധ്യനായോനേ, എൻ്റെ യേശുവേ ആരാധ്യനായോനേ. സ്വർഗം ഭൂമി എല്ലാം അങ്ങ് വാഴ്ത്തുന്നേ, ആയിരമായിരം സ്തുതികളാൽ വാഴ്ത്തുന്നേ. സ്വർഗം ഭൂമി എല്ലാം അങ്ങേ വാഴ്ത്തുന്നേ, ആയിരമായിരം സ്തുതികളാൽ വാഴ്ത്തുന്നേ. എൻ്റെ യേശുവേ ആരാധ്യനായോനേ, എൻ്റെ യേശുവേ ആരാധ്യനായോനേ. നല്ലൊരു കാന്തൻ, നല്ലൊരു നാഥൻ എൻ്റെ യേശുവാ. നല്ലൊരു കാന്തൻ, നല്ലൊരു നാഥൻ എൻ്റെ യേശുവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമ്മോട് ഇടപെടുന്നത് ഉൽപ്പത്തി 19:29 ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഒരു ദേശം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു കുടുംബത്തെ മാത്രം ദൈവം ഓർത്ത് ആ കുടുംബത്തെ അതിനകത്ത് പെടാതെ പുറത്തു കൊണ്ടുവന്ന് സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത്? അതിനൊറ്റ കാര്യമുള്ളൂ, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന. ഈ എരിഹോ മതിലിൽ പാർത്ത രഹബെന്ന ആ സഹോദരി ആ മതിൽ മുഴുവൻ ഇടിഞ്ഞു വീഴുമ്പോഴും ആ മതിലിൽ പാർത്തവരുടെ വീട് തകർന്നില്ല, അല്ലെങ്കിൽ അവളും പ്രിയപ്പെട്ടവർ തകർന്നില്ല. എല്ലാവരും നശിക്കുന്നിടത്ത് സൂക്ഷിക്കുന്നൊരു ദൈവം, എല്ലാവരും തകർന്നു പോകുന്നിടത്ത് തകരാതെ കാക്കുന്നൊരു ദൈവം. ഓ, എത്ര നല്ല ദൈവം! അങ്ങനൊരു അത്ഭുതം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ പറയാണ്, അബ്രഹാം എന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ ദൈവം ഓർത്ത് ലോത്തിനെയും ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആ വാക്ക് കേട്ടോ, ഉന്മൂലനാശം. എല്ലാം നശിച്ചപ്പോൾ, അഗ്നിക്കിരയായപ്പോൾ, തീയും ഗന്ധകവും ഇറങ്ങി കത്തിച്ച് ഈ അഗ്നി നദി ഒഴുകുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ്റെ എല്ല് പോലും ഇല്ലാതെ കത്തിച്ചാമ്പലായപ്പോൾ അതിൻ്റെ നടുവിൽ നിന്നൊരു പോറൽ പോലും ഇല്ലാതെ ദൈവം ഒരു കുടുംബത്തെ പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ് ദൈവമക്കളെ. ഒരു പോറൽ പോലും ഇല്ലാതെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. തീയിൽ കിടക്കുന്ന ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് തീയുടെ മണം പോലും ഏശാതെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് നിൽക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ആ പ്രശ്നത്തിൻ്റെ ഒരു മണം പോലുമില്ലാതെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കർത്താവ് ഇന്ന് എന്നോട് പറയുന്നു, അനേകർക്ക് വരുന്ന അനർത്ഥങ്ങളുടെ നടുവിൽ നീ സുരക്ഷിതമായിരിക്കും. നിന്റെ കുടുംബം പരിപാലിക്കപ്പെട്ടിരിക്കും. കാരണം നിനക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നു. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പം മിടുക്കാണ്, വിധിയാണെന്നൊന്നും പറയരുത് കേട്ടോ. ആ ആക്സിഡന്റിൽ നിന്ന് പുറത്തു വന്ന് നിനക്ക് വേണ്ടി കരയുന്ന ചിലരുണ്ട്. അതുകൊണ്ട് നിഗളിച്ച് അഹങ്കരിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകരുത് കേട്ടോ. ആരൊക്കെയോ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ജീവൻ, ഈ സമൃദ്ധി, ഈ അനുഗ്രഹം, ഈ വിടുതൽ. നന്ദിയുള്ളവരായിരിക്കുക. അതുകൊണ്ട് ശേഷിക്കുന്ന കാലം കർത്താവിനെ നോക്കി, കർത്താവിനെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ ഒരത്ഭുതത്തിൻ്റെ വിഷയമാകാൻ ദൈവം നിന്നെ ഒരുക്കും. അത്ഭുതമാക്കി കർത്താവ് മാറ്റും. സ്തോത്രം. മറക്കല്ല്, അനേകരുടെ പ്രാർത്ഥനയാണ്.
നിന്റെ നിലനിൽപ്പ്. അനേകരുടെ പ്രാർത്ഥനയാണ് നിന്റെ വിടുതൽ. അങ്ങനെയാണെങ്കിൽ അനേകർ വിടുവിക്കപ്പെടാനും നീയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു അഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വചനത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, അനേകരുടെ പ്രാർത്ഥനകൾക്ക് കർത്താവെ ഞങ്ങളെ നിലനിർത്തുന്നതിന് സ്തോത്രം ചെയ്യും. യേശു, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. കർത്താവ്, ഇവരെ പലരുടെയും പ്രാർത്ഥനയിലൂടെ ഇവരെ നിലനിർത്തിയതിന് നന്ദി പറയുന്ന കർത്താവെ. കർത്താവ്, ഇവരുടെ പ്രാർത്ഥനയിലൂടെ അനേകരെ പരിശുദ്ധാത്മാവ് ഓർത്തതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ്, ഇനി അധികമായിട്ട് പ്രാർത്ഥനയുടെ ആത്മാവിനെ ഇടിവ് നിൽക്കുന്ന അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് പകരണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അനേകരുടെ വിടുതലാണ്. അനേകരുടെ പ്രാർത്ഥനയുടെ വിടുതലാണ്. ഞങ്ങൾക്ക് നേരിട്ട ഒത്തിരി പ്രശ്നങ്ങളെ അതിജീവിച്ചത് അനേകരുടെ പ്രാർത്ഥനയാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജനം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകർ നശിക്കുന്നിടത്ത് നിന്ന് സുരക്ഷിതമായി ഞങ്ങളെ കാക്കുന്ന ഞങ്ങളുടെ കാവലിനായി സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകൾ വന്ന വലിയ അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബമായി സൂക്ഷിച്ചതിന് നന്ദി. വീണ്ടും സൂക്ഷിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഇതെത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.